ഹലോ, അമ്മ ഒരു രുചിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു 1 കിലോ ചിക്കനാണ്. അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, ഞാനിവിടെ മൺപാത്രമാണ്, ഈ ഗ്യാസിലല്ല അടുപ്പിൽ വെക്കുന്നത് കൊണ്ടാണ് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. മൺപാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു. അപ്പോൾ അതിൽ ശകല ഓയിൽ നമുക്കൊഴിച്ച്, ഉള്ളി വഴറ്റാൻ വേണ്ടി ഓയിൽ ഉപയോഗിക്കണ്ടായോ. അപ്പോൾ ഉള്ളി വഴറ്റാൻ വേണ്ടി നമുക്ക് ഓയിൽ. ഞാനിവിടെ എടുത്തേക്കുന്ന ഉള്ളി സവാളയല്ല, കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 200 ഗ്രാം കൊച്ചുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളി മുഴുവനായിട്ട് അത് കീറാതെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഞാൻ കൊച്ചുള്ളി 2ആയിട്ട് കീറിയാണ് ഇതിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചുള്ളി, ഒരു 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഇതിന് ആവശ്യമായിട്ട് എടുത്തേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെ നമുക്ക് ഇതിൽ അരിഞ്ഞും ചേർത്ത് ഉപയോഗിക്കാം. ഞാൻ ഈ പേസ്റ്റായിട്ട് ഇരുന്നത് കൊണ്ടാണ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ മസാല എന്ന് പറയുന്നത്, നമ്മൾ ഗരം മസാല ഞാൻ കടയിൽ നിന്ന് മേടിച്ചല്ല, ഗരം മസാലയുടെ മിക്സ് എല്ലാം കൂടി മേടിച്ചിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറിലോട്ട് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് തക്കാളിക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അരിഞ്ഞത് ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തക്കാളിക്ക് വെള്ളം ഊറി അതിൻ്റെ ഉള്ളിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം. ഞാൻ പൊടി ഐറ്റംസ് എല്ലാം എടുത്തേക്കുന്നത് 2 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 2 ചെറിയ സ്പൂണിന് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുരുമുളക് പൊടി. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ ഇതിൽ വെള്ളം ചേർക്കാത്തത്, ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്. ആ വെള്ളവും നമ്മുടെ ഈ തീയിൽ കിടന്ന്, ചെറിയ തീയിൽ കിടന്ന് വേവുമ്പോൾ ആ ചിക്കനിലെ വെള്ളം ഊറി ഇറങ്ങും. അന്നേരം നമുക്ക് അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കാൻ, ചാറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തിളപ്പിച്ച വെള്ളം മാത്രമേ നമ്മൾ കറികൾക്കകത്ത് ഡയറക്റ്റ് ഒഴിക്കാവൂ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കാണത്തില്ല, മസാലപ്പൊടിയുടെ ടേസ്റ്റ് കാണത്തില്ല, മസാലകളുടെ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഏത് കറി വെക്കുമ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ആ കറികളിൽ ചൂടോട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. താളിച്ചൊഴിക്കേണ്ടത് കടുക്, 2 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില താളിച്ചൊഴിക്കുക. പിന്നെ ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്. മല്ലിയില വേണ്ടുന്നവർ ഉപയോഗിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് മല്ലിയില ഒഴിവാക്കാം. എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി.